ഞാൻ ഡോക്ടർ MP മണി. 1984 മയോ ക്ലിനിക്കിൽ, അമേരിക്കയിലെ മയോ ക്ലിനിക്കിലെ ഒരു പ്രൊഫസറുമായി സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് പല ദിവസങ്ങളിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ക്യാൻസറിൻ്റെ വിദൂര സാധ്യത മനസ്സിലാക്കാൻ എന്താണ് വഴി? കാരണം ഇത് 1984 കാര്യമാണ്. അദ്ദേഹം ഒരു നിമിഷം പോലും ആലോചിക്കാതെ മറുപടി പറഞ്ഞു, എന്താത്ര ആലോചിക്കാനുള്ളത്, ESR നോക്കിയാൽ പോലെ. എനിക്കൊക്കെ അത്ഭുതമായിരുന്നു അത്. അപ്പോൾ ESRൻ്റെ വിശദീകരണം അദ്ദേഹം തന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടിഷ്യൂസ്, അതും നീർക്കെട്ട് കൂടെ വരുമ്പോഴാണ് ESR കൂടുന്നത്. അത് ഒരുപാട് രോഗങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ്. ഒപ്പം ക്യാൻസറിന് ഇവിടെ നീർക്കെട്ട് കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ വേറൊരു ജേണലിൽ വായിച്ചൊരു കാര്യമുണ്ട്. ഇവിടുത്തെ രോഗങ്ങളിൽ സങ്കീർണതകൾ ഉണ്ടാകാൻ പ്രധാനമായി കാരണമാകുന്നത് 3 ഘടകങ്ങളാണ്. 1 നീർക്കെട്ട്, 2 അണുബാധ, 3 മാനസിക സംഘർഷം. അപ്പം നമ്മൾ രോഗം ഏതായാലും അവിടെയാണ് നമ്മൾ രക്തപരിശോധന നടത്തണം. ഓരോ രോഗിയിലും രക്തപരിശോധന നടത്തണം. കാരണം ഇതിൻ്റെ നിലവാരം കണ്ടെത്താൻ അപ്പോഴേ പറ്റും നീർക്കെട്ടിൻ്റെ അണുബാധയാണ്. അപ്പോൾ ഈ നീർക്കെട്ട് ഒരു വില്ലനാണ്. മാത്രമല്ല ഈ ഏറ്റവും പുതിയ അറിവുകളിൽ പറയുന്നത് ഒരുപാട് പേരിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് കാരണം നീർക്കെട്ടാണ്, സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് കാരണം നീർക്കെട്ടാണ്. അപ്പം ഈ രക്തധമനികളിൽ നീർക്കെട്ട് ദീർഘകാലം നിലനിൽക്കുമ്പോഴാണ് ഇതിനുള്ള സാധ്യതകൾ കൂടുന്നത്. അതാണ് ലെഗ് പെയിൻ, ക്രാംസ്, രാത്രി കാലുകളിൽ വേദനയും കൊച്ചു മസിൽ കയറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നീർക്കെട്ട് കുറയാൻ മരുന്നുകൾ കൊടുക്കുമ്പോൾ, ഇപ്പം ജർമ്മനിയിലെ ഡോക്ടർമാർ പലരും ഈയിടെ അഭിപ്രായപ്പെട്ടത്, നീർക്കെട്ടിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ഈ മരുന്ന് ആമാശയം, കരള്, വൃക്കകൾ ഇതിലൂടെ കടന്നു പോകണം. അപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ മരുന്നുകളുടെ ചികിത്സാനന്തര ദൂഷ്യപരമായിട്ട്. ഇവിടെയാണ് എനിക്കൊരു പുതിയ ആശയം പറയാൻ തോന്നുന്നത്. ആയുർവേദത്തിൽ ഈ നീർക്കെട്ട് പറയാൻ ഒരുപാട് മരുന്നുകൾ പറയുന്നുണ്ട്, ഒരുപാട്. അതിൽ കൂടുതൽ കഷായങ്ങളാണ്. അപ്പോൾ അതിൽ വളരെ ലളിതമായൊരു കഷായം പറയുന്നത് അർദ്ധവില്ലും കഷായമാണ്. അർദ്ധവില്ലും കഷായം, അതാണ് അതിൻ്റെ പേര്. അതിൻ്റെ മരുന്നുകളാണ് അതിലേറെ ലളിതമായത്. ചുക്ക്, ചുണ്ട, തവിഴാമ, കൊഴുത്തുവ, ഈ 4 മരുന്നുകളേ ഉള്ളൂ. ഇതുകൊണ്ട് കഷായം ഉണ്ടാക്കി കുടിച്ചാൽ ശരീരത്തിലെ നീർക്കെട്ടും വേദനയും കുറയും. എല്ലാ വേദനകളും, എല്ലാ നീർക്കെട്ടും കുറയുമെന്നാണ് പറയുന്നത് പുസ്തകത്തിൽ. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ ഫലപ്രാപ്തി കിട്ടുമെങ്കിൽ ആമാശയത്തിലോ കരളിലോ വൃക്കകളിലോ ഒരു പ്രശ്നവും സംഭവിക്കില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാനൊരു പഴയ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഭാഷയിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് എന്തുകൊണ്ട് 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 എന്നുകൂടി പറയണമെന്നാണ്. കാരണം ഇന്ന് ഈ ലോകത്തുള്ള പ്രകൃതിയിലുള്ള എല്ലാ മൂലകങ്ങളെയും വിഘടിച്ച് പഠിക്കാനുള്ള ശാസ്ത്ര സാങ്കേതിക വിവരങ്ങൾ നിലവിലുള്ള കാലമാണിത്. അപ്പോൾ ആയുർവേദ മരുന്നുകൾ അവർ വിഘടിച്ച് പഠിക്കാൻ സാധ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത്ര വലിയ പഠനത്തിനൊന്നും പോയില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഭരണകൂടങ്ങളോടാണ്, ഭരണാധികാരികളോടാണ്, ജനപ്രതിനിധികളോടാണ്. ഈ ആയുർവേദം ശാസ്ത്രമല്ല, ഇത് കപടശാസ്ത്രമാണ്, ഇത് പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ടതല്ല ഇന്ന് ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഇതിന് മറുപടി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കേരളത്തിലുള്ള ആയുർവേദ കോളേജുകൾ, ആയുർവേദ ഗവേഷണ കേന്ദ്രങ്ങൾ, ആയുർവേദ ജില്ലാ ആശുപത്രികൾ, ഇവിടെ ഒരു 3 മാസത്തിൽ കാലഘട്ടം ഇത്തരത്തിലുള്ള ഒരു മരുന്നുകൾ പരീക്ഷണസിദ്ധമായി തെളിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ മതി. അതിനപ്പോൾ ആദ്യം നമ്മൾ വലിയ യന്ത്ര സംവിധാനങ്ങളിലേക്കൊന്നും പോകണ്ട. ഇതുപോലെ നീർക്കെട്ടും ശക്തമായ വേദനയുള്ള രോഗികളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, അവിടെ രോഗികളെ കിടത്താൻ തുടങ്ങുമ്പോൾ ഇവിടെ രക്തം ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഇതുപോലെ നീർക്കെട്ടിൻ്റെ നിലവാരം മനസ്സിലാക്കാൻ പറ്റുന്ന പരിശോധനകൾ നടത്തണം. അതോടൊപ്പം മറ്റു വല്ല പ്രശ്നങ്ങളുണ്ടോ അതും പഠിക്കാം. എന്നിട്ട് ഇത്തരം മരുന്നുകൾ ചികിത്സ കേന്ദ്രീകരിക്കുകയും 10-15 ദിവസം കഴിയുമ്പോൾ വീണ്ടും രക്തപരിശോധന നടത്തി എന്ത് മാറ്റമാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് പഠിക്കാം.
ഇത്തരത്തിലൊരു പഠനങ്ങളിലൂടെ മാത്രം തെളിവുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടമാണിപ്പോൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് സാധ്യമാണിപ്പോൾ. ഇത്തരത്തിൽ ഓരോ മരുന്നുകൾ ഓരോ ആയുർവേദ കോളേജിലോ ഓരോ ജില്ലാ ആശുപത്രിയിലോ ഓരോ ഗവേഷണ കേന്ദ്രങ്ങളിലോ കുറച്ച് രോഗികളിൽ പരിശുദ്ധമായി തെളിയിക്കാമെങ്കിൽ അതൊരു വിപ്ലവമായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച വൈദ്യശാസ്ത്രമായി മാറാൻ ആയുർവേദം കൊണ്ട് പറ്റും. എനിക്കതാണ് പറയാനുള്ളത്. കാരണം ആയുർവേദത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മളിപ്പോൾ ശ്രമിക്കുന്നില്ല. ഈ ലോകത്തെ ഏറ്റവും മികച്ച വൈദ്യശാസ്ത്രമായി മാറാനുള്ളതേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അതിനുള്ള വഴികളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ കഷായം അർദ്ധവില്ലോ കഷായം കഴിച്ച് നീര് പോകുമെങ്കിൽ നീര് പോകുന്നതോടൊപ്പം ശരീരത്തിൽ ആമാശയത്തിലോ കരളിലോ വൃക്കങ്ങളിലോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാണ് പറയാനുള്ളത്.